Guys, good morning and welcome to our new vlog. ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഇൻ തായ്ലൻഡിൽ. എന്തായാലും ഉടനെ തന്നെ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട്. ആൻഡ് അപ്പോൾ വരുമ്പോൾ ഇനിയും കുറേ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തതായിരിക്കും. സോ ഇന്ന് നമ്മൾ വിചാരിച്ച ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മുടെ ഫേവറേറ്റ് സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡും ബീച്ചും അതൊക്കെ തന്നെയാണ്. സോ അങ്ങനത്തെ ഒരു കിഡിലൻ കഫേ ഞാനിപ്പോൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നാട്ടിലേക്ക് ഇനി എത്തിയിട്ട് വേണം കുറേ നമ്മുടെ ഫസ്റ്റ് ആയിട്ട് നമ്മളിലേക്ക് നമ്മുടെ ഒരു ഹാപ്പിസോണിൻ്റെ പേരിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ കയറ്റി അയച്ചിട്ടുണ്ട്. അതും ബാങ്കോക്ക് ഫാഷനിൽ ഉടനെ തന്നെ നാട്ടിലെത്തുന്നതായിരിക്കും. സോ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഉടനെ തരാം. ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങുന്നതായിരിക്കും. ഒരുപാട് പണിയുണ്ട്, എക്സൈറ്റിംഗ് ആൻഡ് എന്താ പറയുന്നത് ടെൻഷനും ഉണ്ട്, എല്ലാം കൂടെ കൊണ്ടും. സോ എന്തായാലും ഹോപ്പ്ഫുള്ളി 2024 വിൽ ബി ഓസം. ആൻഡ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ, തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇങ്ങനെ ബീച്ച് പട്ടായ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ഒരു ഈവനിങ് ഒരു സൺസെറ്റ് തൊട്ട് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. ഇതുപോലെ ഒരു കഫേസിൽ പോകുക. കാരണം നമുക്ക് നാട്ടിൽ ഈവൻ ഗോവയിൽ പോലും അത്രയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാരണം ഗോവയിലൊക്കെ ഇങ്ങനത്തെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കഫേക്ക് ആണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. സോ നിങ്ങൾ ഒരു ദിവസം ഈവനിങ് അതിന് വേണ്ടി മാറ്റി വെക്കുക. കാരണം ഐ എം ഷുവർ യു വിൽ ഓൾവേസ് റിമെമ്പർ ആൻഡ് എൻജോയ്. എന്തായാലും പോകുന്ന സ്ഥലം ഹോപ്പ്ഫുള്ളി വിൽ ബി അടിപൊളി. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇങ്ങോട്ട് വരാൻ കൂടെ പറ്റട്ടെ ഗൈസ്. ആൻഡ് നിങ്ങൾ ടാക്സി നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ ഗ്രാബും ബോൾട്ടും എന്ന് പറഞ്ഞ 2 ആപ്പാണ് ഉള്ളത്. ഈവൻ എയർപോർട്ടിൽ നിന്ന് പട്ടായയിലേക്ക് വരാനാണെങ്കിലും അങ്ങനെയൊക്കെ പോകാനാണെങ്കിലും നിങ്ങൾക്ക് ഈ 2 ആപ്പ് ഉപയോഗിക്കാം. തട്ടിപ്പ് കാണില്ല. ആൻഡ് ബോൾട്ട് ഇസ് ആക്ച്വലി മച്ച് ചീപ്പർ. വണ്ടി കുറച്ച് കിട്ടാൻ പാടാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ബോൾട്ടിൽ നോക്കുക. 2-3 തവണ ട്രൈ ചെയ്യുക. ഞാൻ ഇതുവരെ വന്നിട്ട് ബോൾട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു 10 മിനിറ്റ്സ് എക്സ്ട്രാ ട്രൈ ചെയ്യേണ്ടി വരും. എപ്പോഴും ബിസി എന്ന് കാണിക്കും. പക്ഷേ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് കിട്ടാറുണ്ട്. പക്ഷേ റേറ്റ് നല്ല വ്യത്യാസമുണ്ട്. ആൻഡ് നമുക്കതിൽ വലിയ കാർ, ചെറിയ കാർ എല്ലാം സെലക്ട് ചെയ്യാം. സേഫ് ആണ്, കംഫർട്ടബിൾ ആണ്. പട്ടായയുടെ ഈ ഒരു ഏരിയ ജോമത്തീൻ ഏരിയ ആണ്. ഈ ഏരിയ ഒക്കെ ശരിക്കും ഒരു എന്താ പറയുക, നമ്മുടെ ബാലിയിലൊക്കെ ഉൾഭാഗത്തേക്ക് പോകില്ല, അതുപോലെയാണ്. നമ്മൾ പട്ടായ ആന്ന് വിശ്വസിക്കില്ല. മറ്റേ പട്ടായ മെയിൻ വാക്കിംഗ് സ്ട്രീറ്റ് ഏരിയ ഒക്കെ എന്തൊരു ഹാപ്പനിങ്. എവിടെയൊക്കെ നോക്ക്, ഒന്നുമില്ല, ഭയങ്കര. അപ്പൊ പട്ടായയിൽ കാം വേണമെങ്കിലും മാഡ്നസ് വേണമെങ്കിലും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് പട്ടായ. പേര് നോക്ക്, ടുട്ടു ബീച്ച്. ടുട്ടു ബീച്ച്. ഈ ഏരിയ മൊത്തം ബീച്ച് ക്ലബ് ഒക്കെയാണ് കേട്ടാ, കംപ്ലീറ്റ്. കണ്ടാ പറയോ, ഒന്നും ഇല്ലാത്തൊരു ഏരിയ പോലെ തോന്നുന്നു. കാട് പിടിച്ച ഏരിയ പോലെ തോന്നുന്നു. ഒരു ബാലി വൈബ് ഓൾറെഡി തോന്നിയോ? നമ്മൾ അന്ന് പോയില്ലേ? ഇവിടെ വന്നിട്ടില്ലല്ലോ നമ്മള്. ഇല്ല. എൻട്രൻസ് നോക്കുന്നത്. ഇത് എൻട്രൻസ് ആണോ? അതെ, ഇതാ എൻട്രൻസ്. അല്ല, അതെ ബാത്റൂം ആയിരിക്കും. അല്ല, നമ്മുടെ ഷോപ്പിലേക്ക് ഇങ്ങനെ വെക്കണം. നല്ല രസമുണ്ട്. ഒരു ഗുഹ. അതെ, അവിടെ പോകുമ്പോ എന്തായിരിക്കും? ഇത് നൈസാണോ നോക്കാം. ഉണക്കമരം ഉണ്ട്, ഇവിടെ ഉണ്ട്. Oh my god, this place is so beautiful. See this? ഇത് റിസപ്ഷൻ ആണ്. വാവ്, ഇത് എന്തൊരു ഭംഗിയാലേ ഏരിയ. അത് നോക്ക്, കാക്ടസ് വെച്ചിരിക്കുന്നു ഗ്ലാസിന്റെ അപ്പുറത്ത്. വാവ്, ലാമ്പ് ഷെയ്ഡ് നോക്ക്. ഇത് സ്റ്റോറിലേക്ക് ഇത് നമുക്ക് ആവശ്യമായിരുന്നു. ഇത് ദില്ലിയുടെ തലയുടെ മേളിൽ നോക്ക്. എന്താ മരോ? അല്ല, വഞ്ചിയാ കമത്തി വെച്ചിരിക്കുന്നു. കയാക്ക് അടിപൊളിയായിട്ടുണ്ടല്ലോ ഈ സ്ഥലം. ഓ പ്രിയ, ഇവിടെ മൊത്തം മണ്ണാ ഇവിടുന്ന്. ഓ വാട്ട് എ പ്ലേസ്. നോ feels like we are in Santorini. അപ്പൊ ഇനി സാന്റോറിനി പോണ്ടല്ലോ. My god, this place is so beautiful. No, എന്റെ കോസ്റ്റ്യൂം കറക്റ്റ് അല്ല ഇവിടത്തേക്ക്. കറക്റ്റ് അല്ല. You should have told me. ഞാൻ പറഞ്ഞല്ലോ ഒരു ബീച്ച് കഫേയിലാ പോകുന്നേന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞില്ലോ. അയ്യേ നോക്ക് പ്രിയ, നല്ല ഡ്രസ്സാ പ്രിയ. ഇവിടുത്തെ തന്നെ ഒരു വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ലൈറ്റ് നോക്ക്. നമുക്ക് ഇവിടെ നിന്ന് ഒരെണ്ണം കൊണ്ടുപോയല്ലോ. ഒന്ന് പോ പ്രിയ, വെള്ളക്ക് കേറി പോകുന്ന സ്ഥലം. ഓ എന്തൊരു സ്ഥലം ഇത്. ഭയങ്കര വൈബ്. എൻട്രൻസിന് അവിടെ വെള്ളത്തിന്റെ എലിമെന്റും ഉണ്ട്. ആ ബീച്ചിന്റെ ഒരു എലിമെന്റ് ഇവിടെയും കൊണ്ടുവരുന്നുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഗോർജിയസ് കഫേസ് ഐ എവർ സീൻ എവർ അല്ലേ. പിന്നെ നമ്മൾ കണ്ടിരിക്കുന്ന കൊറിയയില അല്ലേ, ആ നല്ലൊരു കഫേ. ബാലിയിലും ഉണ്ട്. മുകളിൽ എന്താന്ന് വേദു നോക്കണം. എന്താ വേദു മുകളില് സൈഡിൽ കൂടെ നടക്കണേ. Oh my god, just look at this. Oh, ഇതൊരു സ്പെഷ്യൽ ഡൈനിങ് ഏരിയ ആണ്. സൂപ്പർ വേദു. ഓ ഇവിടെയൊക്കെ ഉണ്ടല്ലേ. എവിടെ വേണമെങ്കിലും ഇരിക്കാന്ന്, തിരക്കില്ലാന്ന്. നമുക്കൊരു കാര്യം ചെയ്താലോ? പറയും ഇങ്ങോട്ട് വരണം. ഒരു കാര്യം ചെയ്താലോ? ഓരോ മണിക്കൂർ മാറി ഇരുന്നാലോ? അതും ചെയ്യാം.
ഭാഗ്യത്തിന് നല്ല കിടിലൻ ടേബിൾ കിട്ടി കേട്ടാ. ഇതന്നെ ടിഷ്യൂ പറക്കാതിരിക്കാനായിട്ട് അവർ വെച്ചിരിക്കുന്ന സാധനം. വാ, വാട്ട് എ ബ്യൂട്ടിഫുൾ ബീച്ച്. ഓ ബ്യൂട്ടിഫുൾ കേട്ടാ. ഇതാണ് പട്ടായ. ഇതും പട്ടായ എന്ന ആൾക്കാർക്ക് മനസ്സിലാവണം. അവിടെയൊക്കെ എങ്കിൽ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിന്റെ ഏരിയ ആയിരിക്കും. അങ്കിളിനെ പോലെ വെള്ളത്തിൽ നിൽക്കണോ? ഞാൻ വരില്ല. നോക്കി സൺസെറ്റ്, ബ്യൂട്ടിഫുൾ ബീച്ച്. ആൻഡ് ദെൻ ഇവിടെ വരുമ്പോൾ നമ്മുടെ കിഡിലൻ ഇവിടെ റിസർവ് ചെയ്തിട്ട് വരാം. നിങ്ങൾക്ക് ബീച്ച് സൈഡ് തന്നെ വേണമെന്ന് പറയാം. ഞാൻ ഇവിടെ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വിളിച്ച് പറയാം നിങ്ങൾക്ക് ബീച്ച് സൈഡ് തന്നെ വേണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ടേബിൾ കിട്ടും. ഞങ്ങൾക്ക് ഭാഗ്യത്തിന് കിട്ടി. എൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ? നമ്മളെ പോലെ കോൾഡ് കോഫി, ജ്യൂസസ്, ഇതുപോലെ കിഡിലൻ ഡെസേർട്സ്, എവറിത്തിങ് ഇസ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ഡെസേർട്സ് ഒക്കെ എല്ലാം ഒരു 300 റേഞ്ചിലേ ഉള്ളൂ. ഓക്കെയാ, എറണാകുളത്ത് കിട്ടണ ഇവിടെ ഇത്രയും നല്ലൊരു സെറ്റിംഗില് അവർക്ക് ഇപ്പൊ ഇതൊരു ഇതിന്റെ ഡബിൾ റേറ്റ് ഇട്ടാലും ഇവിടെ ആൾക്കാർ വരും. പക്ഷെ ഇത് നേരത്തെ അറിഞ്ഞെങ്കിൽ പട്ടാലുള്ള 5 ദിവസം ഞാൻ ഇവിടെ വന്നേ. നമ്മുടെ സ്ഥലത്ത് നിന്ന് അടുത്തുവാ, 5 മിനിറ്റേ ഉള്ളൂ. നാളെ വരാൻ പറ്റുമോ പ്ലീസ്? നമുക്ക് ബീച്ച് ക്ലബ്ബ് എറണാകുളത്ത് ഉണ്ടോ? ബീച്ച് ക്ലബ്ബ് അല്ല, ഇത് ബീച്ച് റെസ്റ്റോറന്റ്. അതന്നെ ഉണ്ടോ? ഈ ഒരു ആംബിയൻസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യണ്ടേ? അത് വേണം. ഒരാൾ അവിടെ പോയി ഓൾറെഡി. ഷൂസ് റെസ്റ്റോറന്റാ. എനിക്ക് അന്തമായിട്ട് വന്ന സ്ഥലം ഇത് തന്നെയാ പ്രിയ. അന്ന് നമുക്ക് പക്ഷെ കേറാൻ പറ്റിയില്ലല്ലോ. ഉറപ്പാ, നോക്കിക്കോ. അവിടെയാണ് നമ്മൾ വന്നത്. അപ്പൊ നിമിത്തമാണ് വീണ്ടും ഇവിടെ തന്നെ വരാനായിട്ട്. ഇത് തന്നെയാ ഗ്ലാസ് ഹൗസ്. എന്നാലും ഒരു കാര്യം ഉറപ്പായി, പ്രിയയുടെ മറ്റേ വലിയ ഫൈറ്റും നല്ല മൂഡ് ഓഫ് ഒക്കെ ആണെങ്കിലുണ്ടല്ലോ, നേരെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് അല്ലേ? വലിയ പൈസ ചെലവും ഇല്ല. 1000 രൂപ 1500 രൂപയുടെ ചെലവേ ഉള്ളൂ ഇവിടെ ആണെങ്കിൽ അല്ലേ? ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പോയാൽ മതി. ഇനിയിപ്പോ അന്തൊക്കെ ആയിട്ട് വരുമ്പോ വേണമെങ്കിൽ അങ്ങനെയാ പ്രിയനെ മേരിയാൻ ഇവിടെ ഇരുത്തിയിട്ട് ഒരു 4 മണിക്കൂർ സുഖമായിട്ടിരിക്കില്ലേ? നിങ്ങൾ വന്നില്ലേലും കുഴപ്പമില്ല, ടാക്സി പിടിച്ച് വന്നാ മതി. വേദു, നമുക്ക് റണ്ണിങ് റേസ് നോക്കിയാലോ? ഞാനേ ജയിക്കുള്ളൂ. കാര്യം കാണിച്ച ഇതൊക്കെ എവിടുന്നോ പറക്കിക്കൊണ്ട് വരുതാ കേട്ടാ. സ്റ്റാറിന്റെ കളഞ്ഞു പോയി. നോക്കട്ടെ. നൈസ്. ഇനി അത് വെച്ച് മണ്ണിന്റെ അകത്ത് അതൊക്കെ നിറച്ചിട്ട് ഉണ്ടാക്കണം. റെഡി, 1 2 3. നിക്കടവിടെ. പണ്ട് കളിക്കുന്ന കളിയാ. നിക്കടവിടെ. ബീച്ചിന്റെ സ്പെഷ്യാലിറ്റി എന്താ അറിയോ? നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഭയങ്കര ഗ്രീനറി ആണ്. വെറുതെ മറ്റേ ഭയങ്കര വെയിലടിച്ചുള്ള ചൂടുള്ള ഒരു ബീച്ച് പോലെയല്ല. കംപ്ലീറ്റ് ഇത് കണ്ട ഫുൾ തെങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളും ആണ്. അടിപൊളി അല്ലേ? എല്ലാം കുറച്ച് ഹൈ എൻഡ് സ്ഥലങ്ങളാണ്. വെറുതെ ചെറിയ ഷാക്സും അങ്ങനത്തെ ഒന്നും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വലിയ റേറ്റും ഇല്ല. തലയിലൊക്കെ മണ്ണ് വീഴും. എനിക്ക് കുഴപ്പമില്ല, അമ്മയ്ക്കാണ് പ്രശ്നം. തലയിലൊക്കെ മണ്ണായി. ഇനിയിപ്പം റൂമിൽ പോയി നന്നായി കുളിക്കണം കേട്ടാ. എന്ത് കളിക്കാം? എനിക്ക് വിശക്കുന്നു. നിക്കടാ. ഞാനേ എത്ര കാലമായി തപ്പി നടക്കുന്ന സിമ്പിൾ സംഭവം. ഞാൻ ഏറ്റവും വലിയ ഫാൻ ആയിട്ടുള്ള ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ സിംസൺസ് ആണ്. ഏറ്റവും ബെസ്റ്റ് സിംസൺസിന്റെ ടീഷർട്ട് എനിക്ക് പട്ടായിന്ന് കിട്ടി. സിംസൺസ് സിമ്പിൾ ആയിട്ട് തോന്നില്ലേ? ബാക്ക് വർക്ക് മൂഡ് ഇതാണ്, കറന്റ് മൂഡ്, വൈബ്, അൺഎഫക്റ്റഡ് ബൈ എനിത്തിങ്. സ്വന്തം ലോകത്ത് ഇങ്ങനെ ജീവിച്ച് ആരെയും ബോധറിയിപ്പിക്കുക, ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല, ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണ് ഹോമർ സിംപ്സന്റെ ജീവിതം. ഹോട്ട് ചോക്ലേറ്റ് നോക്ക്, ക്യാപ്പച്ചീനോ രീതിയിൽ തന്നിരിക്കുന്നത്. ഞാൻ ഒരു കോൾഡ് കോഫി. അത് തന്നെ ഇവിടെ സ്ട്രോയില് മണ്ണ് കയറാതിരിക്കാൻ വേണ്ടി ഇത് കവേർഡാ ഇവിടെ. എന്താ അല്ലേ? സൺസെറ്റ് ആവാറായി. ബ്യൂട്ടിഫുൾ സൺസെറ്റ്. നോ, ഇനി രാത്രിയാകുമ്പോ ഇവിടത്തേക്ക് ലൈറ്റ്സ് ഇടും. പോവാറ് 1/2 മണിക്കൂറിൽ പോണം. പാക്ക് ചെയ്യാനുള്ള നാളെ പോവല്ലേ? നമ്മളിനി വരില്ലേ 3 മാസം കഴിഞ്ഞ്. പിന്നെ പട്ടായയിൽ നമുക്ക് വിചാരിക്കാതെ കാർ റെന്റ് ചെയ്ത് എപ്പോ വേണമെങ്കിലും വരാമല്ലോ. പിന്നെന്താ, ഒരു ദിവസം ഇവിടെ താമസിക്കാം. വേദുന്റെ കാലെവിടെ? അയ്യോ
കാലില്ലാതെ എന്ത് ചെയ്യും? ഷൂസ് എങ്ങനെ ഇടും ഇനി? ആ 7-Eleven ഒരു സാധനം കൂടെ വെറുതെ വാങ്ങി അതിവിടെ കഴിക്കാം. സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സ് ഇഷ്ടമല്ലേ? ഞാൻ ചക്ക വറുത്തത് എടുത്തോണ്ട് വരായിരുന്നു. അതെ, ഇതെന്താ അറിയോ? ഇത് സൺ ഡ്രൈഡ് പോർക്കാണ്. നമ്മുടെ ഉണക്ക ബീഫൊക്കെ കിട്ടില്ലേ, ഉണക്കിയ ബീഫ്, അതുപോലെ പോർക്ക്. മൊത്തം ലൈറ്റ്സ് വന്നു നോക്ക്. നമുക്ക് സ്റ്റോറിന് മുമ്പിൽ ഇങ്ങനെ ഒരു കൂടാരം ചെയ്താലോ? എന്നിട്ട് അത് കത്തിപ്പിടിച്ചിട്ട് വേണം അതിന്റെ പുറകെ ഫയർ. ലൈറ്റ് കൊടുക്കാം. അത് ഉറപ്പാണ്, നാട്ടിലൊക്കെ കത്തിപ്പിടിക്കും. കുട്ടികൾക്ക് കളിക്കാൻ ഒരു ഏരിയ നല്ലല്ലേ? ഇതുണ്ടല്ലോ കിട്ടിലനായിട്ടുണ്ട്. നമ്മുടെ ഒരു BDF ഇല്ലേ, അത് ബീഫ് ചിലപ്പോൾ കുറച്ച് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. ഇത് പോക്കായതുകൊണ്ട് ആ ഫാറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഇറ്റ് വിൽ നോട്ട് ബി ഡ്രൈ. ഒരു ബെറ്റർ വേർഷൻ ഓഫ് BDF ആണ്. ആൻഡ് കരിവേപ്പിലാന്ന് തോന്നുന്നു, അതോ ബേ ലീഫ് എന്താണെന്ന് അറിയില്ല. ഇതിൽ ഭയങ്കരമായിട്ട് ലെമൺ ഗ്രാസിന്റെ ഫ്ലേവറും ഉണ്ട്. അടിപൊളി. എല്ലാത്തിനും കൂടെ നല്ല ഭംഗിയുള്ള വ്യൂ. എനിക്ക് തോന്നി, ഞാൻ ഉറപ്പായിരുന്നു പ്രിയ ഡയലോഗ് പറയുന്നത് ഇതാണ് ഭംഗിയുള്ള വ്യൂ. ഞാന് ഇപ്പൊ കുറെ പേര് എന്നോട് ചോദിച്ചിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ സ്റ്റഫ് ചെയ്യല്ലേ ഡേ. നിങ്ങളുടെ ഒരു ഹോളിഡേ നിങ്ങൾ വരുന്നത് നാട്ടിലും കാട്ടി ഹെക്ടിക് ആയിട്ട് എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിന് വേണ്ടിയല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നു, ഓടി നടന്ന് രാവിലെ 6-7 മണിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ അമ്പലങ്ങളും സഫാരി പാർക്ക് മറ്റേത് മറിച്ച് ഓടി നടന്ന് കാണും. ദിൽ നോട്ട് ഗെറ്റ് എ ടൈം ടു എൻജോയ് ദംസെൽഫ്. ഇത് നമുക്കും ആദ്യമേ പറ്റിയൊരു മിസ്റ്റേക്കാണ്. ആദ്യമേ ഒരുപാട് സാധനങ്ങൾ ഒരു ദിവസം സ്റ്റഫ് ചെയ്യും. അതിനോട് ട്രാഫിക് വിൽ ബി ഡെഡ് ടയേർഡ്. നാട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ വർക്കിനെ കാട്ടി ടയർഡായിരിക്കും നാട്ടിലേക്ക് പോകുന്നത്. ഒരു സ്ഥലത്ത് വന്ന് നിങ്ങൾ ആൾക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ പറയാൻ വേണ്ടിയോ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയി കണ്ട. നിങ്ങൾ തായ്ലൻഡിൽ പോയി 5 ദിവസം ഉണ്ടായി, ഞങ്ങൾ ആൾക്കൂടെ 5 സ്ഥലങ്ങളെ കണ്ടുള്ളൂ. ബാക്കിയുള്ള ടൈം ഞങ്ങൾ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. സോ ടേക്ക് ടൈം ടു കം ടു സച്ച് പ്ലേസസ്. കാരണം ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒന്നും നമുക്ക് നാട്ടിൽ കിട്ടില്ല. ആൻഡ് ഈ ഒരു റേറ്റ്, ഈ ഒരു ആംബിയൻസ് ഇങ്ങനെ കിട്ടില്ല. സോ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോവാ, മസാജസിന് പോകും, ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് പോകും, ഷോപ്പിങ്ങിന് പോകും, സംതിങ് വിച്ച് യു ഗൈസ് ലൈക്ക്. എന്നിട്ട് ബാക്കിയുള്ള സമയത്ത് കുറച്ച് മെയിൻ സ്ഥലങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോ. ചിലപ്പം ചിലവരൊക്കെ നന്നായി ട്രാവൽ ചെയ്യുന്നവരൊക്കെ ചിലപ്പം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലവും ഒരു സൈറ്റ് സീയിങ് പോകില്ല. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അവർ ട്രാവൽ ചെയ്യുന്നത്. അത് ചിലപ്പം ഫുൾ ഡേ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് ഒന്നായിരിക്കും. ഡോണ്ട് ലെറ്റ് എനിവൺ ടെൽ യു വാട്ട് ടു ഡു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഓബിയസ്ലി ഞങ്ങൾ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് വേണ്ടി ട്രാവൽ ചെയ്യേണ്ടി വരും. പക്ഷേ ഇഫ് യു ഹാവ് എ ചോയ്സ്, ഇനിയിപ്പോഴത്തെ സ്റ്റേജിൽ ഞങ്ങൾക്ക് പോയി ഓരോ സ്ഥലങ്ങളിലെ മെയിൻ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടം. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്ന് ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ഒരു ആംബിയൻസും ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. സോ പ്ലീസ് ഡു ട്രൈ. പട്ടായ വന്നു കഴിഞ്ഞാൽ, ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ഒരിക്കലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. നോക്കിക്കേ, സൺസെറ്റ് ആയി ആൻഡ് ദ ആംബിയൻസ് ഹാസ് ടോട്ടലി ചേഞ്ച്ഡ്. ബ്യൂട്ടിഫുൾ ലൈറ്റ് മ്യൂസിക്, ഫാമിലി ഫ്രണ്ട്ലി. നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ബീച്ചിൽ പോയി കളിക്കാം. എക്സ്ട്രാ ഡ്രസ്സായിട്ട് വരിക, എക്സ്ട്രാ ടവൽസ് ആയിട്ട് വരിക, വേണമെങ്കിൽ ബീച്ച് മാറ്റ് ആയിട്ട് വരിക. ഇറ്റ്സ് സോ ഗോർജിയസ്. ഇത് റൊമാൻറ്റിക് ഇനഫ് അല്ലെങ്കിൽ അവർ ഒരു കാര്യം കൂടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക ടേബിളിൽ. കണ്ടാ നോക്ക്, രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ വേണമെങ്കിൽ അതുകൊണ്ട് എന്ത് വേണം വേറെ. പോണ്ടേ കൊച്ചിയിലേക്ക്? സ്കൈന്റെ കളർ നോക്ക് പ്രിയ. ഇപ്പൊ പറഞ്ഞു പറഞ്ഞാൽ എനിക്കും ബീച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രിയ. ഞാൻ പണ്ട് മൗണ്ടന്റെ ആളായിരുന്നില്ലേ. ഇപ്പോഴും മൗണ്ടൻസ് ഇഷ്ടം, തണുപ്പ് കാരണം. പക്ഷെ ബീച്ച് ഇസ് ബ്യൂട്ടിഫുൾ. മൗണ്ടൻസും ഭയങ്കര കാമിങ് ആ. നമ്മുടെ മനസ്സ് ശാന്തതയാവും. ആയോ? ആയല്ലോ. അതുകൊണ്ടാണ് ബീച്ച് വ്യൂ സൺസെറ്റ് എന്ന് പറയുന്നത്. അതിനാണോ പറയുന്നത്? മനസ്സിലായ? ഇപ്പൊ മനസ്സിലായി. വേദു നല്ല വ്യൂ ആണോ വേദു? പൊട്ട വ്യൂ ഉണ്ട്, നല്ല വ്യൂ ഉണ്ടെന്ന്. നോക്ക്, കൊതുകിന്റെ സാധനം വരെ അവര് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. ലോഷൻ, ക്രീം. നല്ലതല്ലേ? നല്ല സർവീസ്. എന്നെ കടിക്കുന്നുണ്ട്. നല്ല ചോരയുള്ളവരെ കടിക്കുള്ളൂ. എന്നെയും വേദുവിനെയും കടിക്കുന്നുണ്ട്. കൊള്ളില്ല. അത്ര ആരും ഇല്ലാതെ നമുക്ക് ബീച്ചിൽ നടക്കാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു ബീച്ച്. അടിപൊളി അല്ലേ? എന്തൊരു ആ സമയത്ത് തിരിഞ്ഞു നോക്കാം. ബാക്കിലത്തെ വ്യൂ നോക്ക്, നോക്കിക്കേ. ആർക്ക് മതിയല്ലേ?
എന്റെ ചേച്ചിക്ക് ആക്ച്വലി ആ മാരാരി ബീച്ചിൽ ബീച്ച് ഫ്രണ്ട് ആയിട്ട് സ്ഥലം ഉണ്ടായിരുന്നു, അവര് കൊടുത്തു. വല്ല കാര്യമുണ്ടോ? നമുക്ക് എടുക്കായിരുന്നില്ലേ? നമുക്കൊരു ഇതുമാതിരി ഒരു നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. മാരാരി ബീച്ചിൽ ഓൺ ദ ബീച്ച് അവർക്ക് ബിൽഡിംഗ് പെർമിറ്റും ഉണ്ടായിരുന്നു. അതില് റിസോർട്ട് കിട്ടിയാൽ മതി നമുക്ക്. ഒരു പ്രൈവറ്റ് എയർബിഎൻബി, ഒരു 5 bedroom. പോകുന്നു ഒരാള് ആ ലൈറ്റ് കണ്ടിട്ട് പോവാട്ടോ, ടോയ് കണ്ടിട്ട് പോവാ. എനിക്കൊന്ന് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ആകെ കൂടെ ഉള്ള ഒരു കുഴപ്പം, ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. അതൊരു വലിയ കുഴപ്പം തന്നെയാ. ഇരുന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും, കഴിച്ചുകൊണ്ടിരിക്കും, ഇവിടെ ഇരുന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യും, ചില്ല് ചെയ്തോണ്ടിരിക്കും. രാത്രി ഉണ്ടല്ലോ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ, ആ ഫ്ലോറും മണ്ണിലാ ചെയ്തിരിക്കുന്നത്, ഫസ്റ്റ് ഫ്ലോറിൽ. സോ അവിടെയും ബീച്ചിലിരിക്കുന്ന ഒരു ഫീലിംഗ്, നല്ല വ്യൂ ഉണ്ട് അവിടുന്ന്. അവിടെ അകത്ത് AC ഉണ്ട് മുകളില്. അല്ലല്ല, അവിടെ നോർമൽ ടൈൽസ് ആണ്, ബോഹോ ടൈൽസ് പോലെ. വെളിയില് ബാൽക്കണിയില് വലിയ കുറെ സീറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ മണ്ണാ. നമുക്ക് പോകുമ്പോ കയറി കണ്ടിട്ട് പോവാം. ഇവരുടെ ഫ്രൈഡ് റൈസിന്റെ ക്വാണ്ടിറ്റി ഒക്കെ പറയാ, അതാ മീഡിയം, ഇത് ലാർജ് പോലും അല്ല. 3 പേർക്ക് ഒക്കെ അതാ പറഞ്ഞ. അതാണ് നമ്മൾ കുറച്ച് റേറ്റ് കൂടുതലാന്ന് വിചാരിച്ചാലും ക്വാണ്ടിറ്റി കണ്ട ഇത് കൂടുതലൊന്നും. ഇത് 400 രൂപ നാട്ടിലത്തെ, എന്നാലും എന്ത് ക്വാണ്ടിറ്റിയാ നോക്ക്. എഗ് ഫ്രൈഡ് റൈസ് ആണ്, ഇതിന്റെ കൂടെ തായ് ഗ്രീൻ കറി. നമ്മൾ ഇവിടെ നിന്ന് ഗ്രീൻ കറി കഴിച്ചില്ലല്ലോ. ഇതിന് വരെ ഭംഗിയാ പ്രിയ, ഇതൊക്കെ കണ്ട് പഠിക്കുക പ്രിയ, എങ്ങനെ എസ്തെറ്റിക് ആയി ഒരു സ്റ്റോർ ഡിസൈൻ ചെയ്യുന്നതെന്ന്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ നമ്മുടെ സ്റ്റോർ കുറച്ചും കൂടെ എസ്തെറ്റിക് ആക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് ആൾക്കാർ. ഞാൻ അടുത്ത ഒരു ബീച്ച് ഹൗസ് തുടങ്ങിയാലോ ഇതുപോലെ അല്ലേ? ഇതും കൊള്ളാല്ലേ ഗ്രീൻ കറി, ചൂട് അറത്തേ ഇല്ല. പ്രിയയുടെ ഫേവറേറ്റ് ആണ് ഗ്രീൻ കറി. ഇവിടെ ലെസ് സ്പൈസി ആയിട്ട് പറഞ്ഞു. ഇതും ഫ്രൈഡ് റൈസും സൂപ്പർ ആയിരിക്കും. ഇത് കറി സൈഡിൽ ഇങ്ങനെ സെർവ് ചെയ്തിട്ട് റൈസ് പ്ലേറ്റിലിട്ട് കഴിക്കുക. ഓക്കെ, ഇങ്ങനെ വെക്കുന്നതിന്റെ ഗുണം കണ്ട് ഇപ്പോഴും ഏകദേശം ഒരു അരമണിക്കൂറായി വന്നിട്ട് ഇപ്പൊ നന്നായി ചൂടായി, നല്ല തളച്ചുകൊണ്ടിരിക്കുക. സോ ലൈക്ക് ഫുഡ് ചൂടോ അറത്തില്ല, ഈ കാറ്റത്തൊക്കെ ഇരുന്നിട്ടേ നല്ല തിക്കായിട്ടുണ്ട്. നമ്മുടെ സ്റ്റൂവിന്റെ ഒക്കെ പോലത്തെ കൺസിസ്റ്റൻസി ആണ്, പക്ഷെ കുറച്ചും കൂടെ സ്പൈസി വേർഷൻ ആണ്. കോക്കനട്ട് മിൽക്കും എല്ലാം ഉണ്ട്. നല്ല സംഭവം ഇത് ഗ്രീൻ കറി. ഇത് അവരോട് പ്രത്യേകം പറയണ ലെസ് സ്പൈസിന്ന്, അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും. ഭയങ്കര ഒരു ലെമൺ ഗ്രാസി ഫ്ലേവറും കോക്കനട്ട് ഫ്ലേവറൊക്കെ ആയിരിക്കും. ഇത് കാണുമ്പോ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു. മാംഗോ സ്റ്റിക്കി റൈസ് വിത്ത് വനില ഐസ്ക്രീം. അത് പറഞ്ഞ പോരാ, ഞാൻ കഴിക്കാൻ വനില ഐസ്ക്രീം ഏത് കഴിച്ചു? ആ കറക്റ്റ്. ഞാൻ എന്ത് പറയും, ഇവിടെ കുറെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ പ്രിയ വേണമെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് മിക്സഡ് ഫ്രൂട്ട് ഉണ്ട്. മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങോക്കി വന്നിട്ട് കഴിക്കാതെ ഫ്രൂട്ട് സാലഡ് കഴിക്കാൻ പോകും, അത് പറ്റില്ല. വേറെ എന്തൊക്കെയുണ്ട്? മസാല ഓറഞ്ച് കേക്ക്, ബനാന ഫ്രോസ്റ്റിംഗ്, എന്തോ ഒരു ക്രിസ്പി റോട്ടി വിത്ത് ചോക്ലേറ്റ് ക്രീം. ഓ, ചോക്ലേറ്റ് ഫോണ്ടിയു. ഓ, തായ് റോട്ടി, വനില ഐസ്ക്രീം വിത്ത് ജെല്ലി. വേണ വേറെ കുറെ ഉണ്ട് കേട്ടോ. ബെറി ടാർട്ട്, റാസ്പോ, വെറൈറ്റി ഇസ് ലൈക്ക് സൂപ്പർ. അപ്പൊ നോക്കട്ടെ എന്തൊക്കെ ഓർഡർ ചെയ്യണ്ടെന്ന്. മാംഗോ സ്റ്റിക്കി റൈസ് ലാസ്റ്റ് അത് കഴിക്കാനുള്ള യോഗം ഇല്ല. എനിക്കോ നല്ല ബനാന നുട്ടല്ല കേക്ക്. അതെന്തായാലും ഉണ്ടെന്ന് അറിയാലോ. എയർപോർട്ടിൽ പോയി കഴിക്കാം. നൈസ്. ഇത് ബനാന ന്യൂട്ടല്ല ആണ്. ആൻഡ് ഇത് മാംഗോ ചീസ് കേക്ക്. മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടിയില്ലെങ്കിൽ നല്ല ഫ്രഷ് മാംഗോ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചീസ് കേക്ക് ആണ്. അത് വെച്ചൊന്ന് ഹാപ്പി ആവുക കേട്ടല്ലോ. നോക്കട്ടെ, ഇത് ഇങ്ങനെ കവർ ഊരണം. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ വെച്ചിരിക്കുന്നത്, അതിന്റെ ഷേപ്പ് പോലും പോവാതിരിക്കാൻ. ആഹാ, എന്തൊരു ഫീലായി ആ ഒരു അൺറാപ്പിംഗ് തന്നെ. നല്ല പഴുത്ത ബനാന. ചീസ് കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പ്രിയക്ക് കൊടുക്കാം. തിരിച്ചത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പ്രിയനെ പോലെ ചെറിയ പുളിപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഓവറോൾ നല്ല മധുരമാണ്, നല്ല ടെക്സ്ചറാണ്. പ്രിയനെ പോലത്തെ നല്ല ടെക്സ്ചറാണ്, നല്ല സ്വീറ്റ് അല്ല. അതാണ് വളരെ ലിമിറ്റഡ് സ്വീറ്റ്നെസ്സേ ഉള്ളൂ. മാംഗോയ്ക്ക് ഒരു പുളിപ്പുണ്ട്. പാവാണോ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറ. അടിപൊളിയാണ്. നുട്ടല്ല ബനാന കേക്ക് നോക്കട്ടെ. ഓ ഓ ബനാനയ്ക്കാണ് കൂടുതൽ ഫ്ലേവർ ആണ്. നുട്ടല്ലയുടെ അത്രയും ഫ്ലേവർ ഒന്നുമില്ല, പക്ഷെ നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നുമല്ല. ഫുഡ് വാസ് റിയലി ഗുഡ്. ഡിസേർട്ട്സ് ഓക്കെ. ബനാന ചീസ് അല്ല, മാംഗോ ചീസ് കേക്ക് ഇസ് റിയലി ഗുഡ്. ഇത് കണ്ട മുകളിലത്തെ ഇവരുടെ ഏരിയ വന്നാണ് ടോയ്ലറ്റിൽ പോകാനായിട്ട്. ഫുൾ AC ആണ്.
ഇവിടെയും ചെയ്തിരിക്കുന്ന കണ്ട് എന്ത് രസമായിട്ടാണ് ഇന്റീരിയേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എയർ കണ്ടീഷൻഡ് വേണമെങ്കിൽ അത്, പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് വേണമെങ്കിൽ അത്. ആൻഡ് ഈ ഒരു ഏരിയ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണി പോലെ മണ്ണാണ്. ആൻഡ് ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം. ഇപ്പൊ ക്ലോസ്ഡ് ആണ്, പക്ഷെ തിരക്കുള്ളെങ്കിൽ ഇവിടെ ഇരിക്കാം. അവിടെ ഉണ്ട്. ബാ, എന്തൊരു ഇന്റീരിയേഴ്സാ നോക്ക്. ബാ, വേദന ടോയ്ലറ്റിൽ പോണ്ടേ? വാ, അത് ക്ലോസ്ഡ് ആയിപ്പോ. സൂപ്പർ ആയിട്ടില്ലേ? ഷോ, ഞാനിത് ഒരിക്കലും മറക്കില്ല ഈ ഒരു കഫേ. ടു ബ്യൂട്ടിഫുൾ. അപ്പൊ പ്രിയ, ബൈ ബൈ തായ്ലൻഡ്, ബൈ ബൈ പട്ടായ. ഇനി നാട്ടിൽ പോയിട്ട് നമ്മുടെ അങ്ങോട്ട് അടുത്ത എക്സൈറ്റിംഗ് ഫേസ് തുടങ്ങാണ്. ബാങ്കോക്ക് ഫാഷന്റെ പുതിയ കളക്ഷൻസ് എത്തുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യണേ. നമ്മൾ എന്നാണ് കസ്റ്റംസ് ഒക്കെ ക്ലിയർ ചെയ്ത് സ്റ്റോക്ക് ഒക്കെ റീഫർബിഷ് ചെയ്ത് സ്റ്റോക്ക് എത്തുമ്പോൾ തന്നെ സ്റ്റോറിൽ വെച്ച് നമുക്കൊരു വ്ളോഗ് ചെയ്യാം. വന്ന് സന്തോഷത്തിൽ, സെലിബ്രേഷനിൽ. ഓക്കെ, എന്നാലും അടിപൊളി ട്രിപ്പായിരുന്നു. അടിപൊളി തുടക്കമായിരുന്നു ന്യൂ ഇയറിന്. ആൻഡ് പെർഫെക്റ്റ് എൻഡിങ് ടു അവർ തായ്ലൻഡ് ട്രിപ്പ് അല്ലേ? ഇനി ഇവിടെ വരുമോ? പിന്നെ ഇല്ലേ, നമ്മള് മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വരും. എന്നിട്ട് ഫോട്ടോ അയച്ചു തരും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗ് നാട്ടിലെത്തിയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. എന്റെ പേഴ്സ് അതെങ്ങനെ എടുത്തു? ഞാൻ അറിഞ്ഞോലും ഇല്ലല്ലോ. ബൈ ബൈ.